ഹായ്, വെൽക്കം ടു ക്രാക്കി. നമ്മൾ ഇന്ന് ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് +1 മാത്സിലെ ലിമിറ്റ്സ് ആൻഡ് ഡെറിവേറ്റീവ്സിനെ കുറിച്ചാണ്. ലിമിറ്റ്സ് ആൻഡ് ഡെറിവേറ്റീവ്സ് നമുക്ക് എല്ലാവർക്കും അറിയാം. നമ്മുടെ +1 എക്സാമിന് ഫോക്കസ് ഏരിയയിൽ ഈ ഒരു ചാപ്റ്ററിന്റെ വളരെ കുറച്ച് ഭാഗം മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അതാണ് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ നമുക്കൊന്ന് ലിമിറ്റ്സിനെ കുറിച്ചൊന്ന് ഡിസ്കസ് ചെയ്ത് നോക്കാം അല്ലേ. ആക്ച്വലി എന്താണ് ലിമിറ്റ് എന്ന് പറഞ്ഞാൽ, ഒരു എക്സാമ്പിൾ പറഞ്ഞാല് എക്സ് എന്ന വാല്യൂ ഒരു കോൺസ്റ്റന്റ് 2 അടുക്കുകയാണെന്ന് വിചാരിക്കുക. ഓക്കെ, എക്സ് എന്ന വാല്യൂ 2 എന്ന കോൺസ്റ്റന്റിലോട്ട് അടുത്താല് എഫ് ഓഫ് എക്സ് എന്ന വാല്യൂ സപ്പോസ് എൽ എന്ന കോൺസ്റ്റന്റിലോട്ട് അടുക്കുമെന്ന് വിചാരിക്കുക. അങ്ങനെയെങ്കിൽ ഈ ഒരു കൺസെപ്റ്റിനെ നമുക്ക് എങ്ങനെ റെപ്രസെന്റ് ചെയ്യാമെന്ന് ചോദിച്ചാൽ അതിനെ ലിമിറ്റ് ഓഫ് എക്സ് ടെൻസ് ടു 2 എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എൽ എന്നതാണ്. അതായത് ഈ ഒരു റെപ്രസെന്റേഷൻ എല്ലാവരും കണ്ടിട്ടുണ്ടാവും. ഇതിന്റെ അർത്ഥം എക്സ് എന്ന വാല്യൂ 2 അടുക്കുമ്പോൾ എഫ് ഓഫ് എക്സ് എന്ന വാല്യൂ എല്ലിലോട്ട് അടുക്കും. എന്താണ് അതിന്റെ എക്സാമ്പിൾ? ഞാൻ ഒരു ചെറിയൊരു എക്സാമ്പിൾ ചെയ്യാം. ആ എക്സാമ്പിൾ പറഞ്ഞാൽ ഇതിന്റെ ഒരു കൺസെപ്റ്റ് എല്ലാവർക്കും ഓക്കെ ആവും. അതായത് സപ്പോസ് എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞ ഫംഗ്ഷന് 10 പ്ലസ് എക്സ് ആണെന്ന് വിചാരിക്കുക. എഫ് ഓഫ് എക്സ് എന്ന ഫംഗ്ഷൻ 10 പ്ലസ് എക്സ് ആണ്. ഇതൊരു ഫംഗ്ഷൻ ആണ്, നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലേ. Then limit x tends to 2 f of x, അതായത് limit x tends to 2 10 plus x എന്ന ടേം കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? അതാണ് എൻ്റെ ക്വസ്റ്റ്യൻ. ഓക്കെ, ഈ ഒരു ടേം കൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത് നോക്കിയാൽ, ഇതാണ് നമ്മുടെ ഈ ഒരു റിയൽ നമ്പറിന്റെ ലൈൻ എന്ന് വിചാരിക്കുക. അതിൽ 2 എന്ന 0 ഉണ്ട്, 1 ഉണ്ട്, 2 ഉണ്ട്. ഇപ്പൊ 2 ഉണ്ട് എന്ന് വിചാരിക്കുക. ആ 2 അടുക്കാണ്. ആ 2 നമ്മൾ പോകുമ്പോൾ ഇപ്പൊ എനിക്ക് 2 ഇവിടുന്ന് പോകണം എന്ന് വിചാരിക്കുക. ഇപ്പൊ 2 ഞാൻ അങ്ങനെ പോവാണ്. അങ്ങനെ പോകുമ്പോ 2 അടുക്കുന്നത് എപ്പോഴാണ്? തൊട്ടടുത്തപ്പോ എത്തുന്നത് എപ്പോഴാണ്? ഇതെങ്ങനെ 1.9 ആയി, 1.95 ആയി, 1.99 ആയി, 1.9999 ആയി, അങ്ങനെ അടുത്തടുത്ത് വീണ്ടും അടുത്തടുത്ത് പോവാം അല്ലേ. ഇത് കുറച്ചെടുത്തു, ഇത് കുറച്ചും കൂടെ എടുത്തു, ഇത് കുറച്ചും കൂടെ എടുത്തു, അങ്ങനെ അടുത്തടുത്ത് 1.9999 പോവാം. പക്ഷെ 2 ആവാൻ പാടില്ല. ഓക്കെ, അങ്ങനെ അടുത്തടുത്ത് പോവുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഞാന് അങ്ങനെ അടുത്തടുത്ത് ഇത് ലെഫ്റ്റിൽ നിന്നാണ് അടുക്കുന്നത്. ഇപ്പൊ ഞാൻ പറഞ്ഞ ഒരു എക്സാമ്പിൾ ലെഫ്റ്റിൽ നിന്നാണ് അടുക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ഉണ്ടാകുന്ന റിസൾട്ട് എന്താണെന്ന് നമുക്ക് നോക്കാം. അതായത് സപ്പോസ് ഒരു വാല്യൂ 1.999 എക്സിന്റെ വാല്യൂ 1.9, അതായത് 2 അല്ലെങ്കിൽ 2 അടുക്കാണ്. ഈ എക്സിന്റെ വാല്യൂ 1.9 ആകുമ്പോൾ എഫ് ഓഫ് എക്സിന്റെ വാല്യൂ എന്താണ്? നമുക്കറിയാം എഫ് ഓഫ് എക്സ് 10 പ്ലസ് എക്സ് ആണ്. അതായത് 10 പ്ലസ് 1.9, അതായത് 11.9 ആണ്. ഓക്കെ, അത് കണ്ടുപിടിച്ചു. ഇനി എക്സിന്റെ വാല്യൂ 1.95 ആകുമ്പോഴോ ഒന്നും കൂടി 2 അടുത്തു അല്ലെ. എക്സ് ഒന്നും കൂടി 2 അടുത്തു. അപ്പൊ ഇത് എന്തായി? 10 പ്ലസ് 1.95, അതായത് 11.95 ആയി. ഓക്കെ, കഴിയില്ല. ഇനി 1.99 ആയി, ഒന്നും കൂടി 2 അടുത്തു. അപ്പൊ ഇതെന്തായി? 10 പ്ലസ് 1.99, അതായത് 11.99 ആയി. കഴിഞ്ഞോ? ഇല്ല, വീണ്ടും 1.999, 10 പ്ലസ് 1.999 എന്തായി? 11.999. കഴിയില്ല, കുറേ കഴിഞ്ഞിട്ട് 1.9999 കുറേ 9 വിചാരിക്കും. ഇപ്പൊ ഇവിടെ എന്താവും? 11.9999. അപ്പൊ ഇതിന്റെ അർത്ഥം എന്താണ്? ഇനി ഞാൻ ചോദിക്കുകയാണ്, ലിമിറ്റ് എക്സ് ടെൻസ് ടു 10 പ്ലസ് എക്സ് എത്രയാണെന്ന് നിങ്ങളോട് ചോദിച്ചാൽ ഈ ഒരു ടേബിൾ നോക്കി നിങ്ങൾ എങ്ങനെ ആൻസർ പറയും?
ഞാൻ പറഞ്ഞു ഈ ഒരു ടെർമിനോളജിന്റെ അർത്ഥം എക്സ് രണ്ടിലോട്ട് അടുക്കുമ്പോൾ ലിമിറ്റ് ഏത് ഫംഗ്ഷൻ, ഈ ഫംഗ്ഷൻ ഏത് വാല്യൂലോട്ട് അടുക്കും എന്നാണ് ഞാൻ ചോദിച്ചത്. അതിന് ആൻസർ ഇവിടെ കിട്ടിയത് നമുക്ക് എക്സ് 2 അടുക്കാണ്. അപ്പൊ എഫ് ഓഫ് എക്സ് എവിടേക്കാണ് നടക്കുന്നത്? 12ലേക്കല്ലേ, 12ലോട്ടല്ലേ ഇത് അടുത്ത് പോകുന്നത് അല്ലെ? ഇത് 12ലോട്ടല്ല അടുത്ത് പോകുന്നത്. ശ്രദ്ധിച്ചു നോക്ക്. 11.9 11.5 11.9 അങ്ങനെ 11.9 അല്ലെ? അതായത് 12ലോട്ട് ഞാൻ അടുക്കാണ്. അപ്പൊ നമുക്ക് പറയാൻ പറ്റും ലിമിറ്റ് എക്സ് ടെൻസ് ടു 10 പ്ലസ് എക്സ് 12 എന്ന് പറയാൻ പറ്റും. പക്ഷേ ഇവിടെ പ്രശ്നമുണ്ട്. ഈ ഒരു കണ്ടീഷൻ എനിക്ക് 12 ആണെന്ന് പറയാൻ പറ്റുമോ? ഇല്ല. കാരണം എന്താണ്? ഞാൻ ലെഫ്റ്റിൽ നിന്ന് മാത്രമേ അടുത്തിട്ടുള്ളൂ, റൈറ്റ് സൈഡിൽ നിന്ന് അടുത്തിട്ടില്ല. ഓക്കെ, അപ്പൊ ഇത് ലിമിറ്റ് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഇതിന് ഒരു ടേം അല്ലെങ്കിൽ ഒരു കാര്യം കൂടി ആഡ് ചെയ്യണം. കാരണം എന്താണ്? ഇത് ലെഫ്റ്റിൽ നിന്ന് മാത്രമേ നമ്മൾ അടുത്തിട്ടുള്ളൂ. അപ്പൊ ഇതാണ് എക്സ് ടു 10 മൈനസ് എഴുതണം, എക്സ് ടു 2 മൈനസ് എഴുതണം. കാരണം എന്താണ്? ലെഫ്റ്റിൽ നിന്നാണ് അടുക്കുന്നത്. അത് ലെഫ്റ്റ് ലിമിറ്റ് മാത്രമേ നമ്മൾ ഇവിടെ കണ്ടുപിടിച്ചിട്ടുള്ളൂ, റൈറ്റിൽ നിന്ന് അടുക്കുന്നത് നമ്മൾ കണ്ടുപിടിച്ചിട്ടില്ല. അതായത് ഇതാണ് ലൈൻ എങ്കിൽ 2ലോട്ട് ലെഫ്റ്റിൽ നിന്ന് മാത്രമേ അടുത്തിട്ടുള്ളൂ. 1.9 1.95 എന്നൊക്കെ പറഞ്ഞാൽ ലെഫ്റ്റിൽ നിന്ന് മാത്രമേ ഞാൻ അടുത്തിട്ടുള്ളൂ, റൈറ്റിൽ നിന്ന് അടുത്തിട്ടില്ല. അപ്പം റൈറ്റിൽ നിന്ന് അടുത്താൽ എത്ര സംഖ്യയാണെന്ന് കൂടി ഞാൻ കണ്ടുപിടിക്കേണ്ട ആവശ്യമുണ്ട് അല്ലേ? അപ്പോ ഈ വാല്യൂ ലിമിറ്റ് എക്സ് ടെൻസ് ടു 2 മൈനസ്, അതായത് ലെഫ്റ്റ് ലിമിറ്റ് എനിക്ക് കിട്ടിയത് എത്രയാണ്? 12 ആണെന്ന് ആ ടേബിളിൽ നിന്ന് കിട്ടി. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്തായിരിക്കും റൈറ്റ് ലിമിറ്റ്? അതായത് ലിമിറ്റ് എക്സ് ടെൻസ് ടു 2 പ്ലസ് എഫ് ഓഫ് എക്സ് എന്നതിന്റെ വാല്യൂ എന്തായിരിക്കും? അപ്പൊ നമുക്കൊന്ന് വലത്ത് ഭാഗത്തു നിന്ന് അടുത്ത് നോക്കിയാലോ? എങ്ങനെ വലത് ഭാഗത്ത് നിന്ന് അടുക്കുക? നമുക്ക് നോക്കാം. എക്സിന്റെ വാല്യൂ എഫ് ഓഫ് എക്സിന്റെ വാല്യൂ. ഓക്കെ, 2ലേക്ക് നമുക്ക് വലത് ഭാഗത്ത് നിന്ന് അടുക്കാണ്. ഇവിടെ 2.1 ഉണ്ടല്ലേ? അപ്പൊ 2.1 കൊടുത്തു, അടുത്തുകൊണ്ടിരിക്കുകയാണ്. 2ലോട്ട് അടുത്തുകൊണ്ടിരിക്കുകയാണ്. 2.1 കൊടുത്ത എഫ് ഓഫ് എക്സ് എത്രയാണ്? നമുക്കറിയാം 12.1 ആണ്. ഓക്കെ, 2.05 കൊടുത്തു, വീണ്ടും അടുത്തുകൊണ്ടിരിക്കുകയാണ്. 2.05 കൊടുക്കുമ്പോൾ വീണ്ടും അടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ എന്തായി? 12.05 ആയി. 2.005 കൊടുത്തു, എന്തായി? 12.005 ആയി. 2.001 കൊടുത്തു, എന്തായി? 12.001 ആയി. 2 ഇങ്ങനെ കൊടുത്ത് 2.0000001 കൊടുത്താലോ? 12.0000001 ആയി അല്ലേ? അതായത് 2ലോട്ട് ഇങ്ങനെ അടുത്ത് വലത് ഭാഗത്ത് ഈ ഭാഗത്ത് നിന്ന് അടുത്തുകൊണ്ടേയിരിക്കാണ്. പക്ഷെ എത്തുന്നില്ല, രണ്ടിലെത്തുന്നില്ല, കറക്റ്റ് തൊട്ടടുത്ത് വരെ എത്തുന്നുണ്ട്. അങ്ങനെയെങ്കിൽ എഫ് എഫ് എക്സ് ഏത് ഭാഗത്തിലോട്ടാണ് പോകുന്നത്? 12.1 12.05 12.005. ഇത് 12ലോട്ട് അടുത്തുകൊണ്ടിരിക്കുകയാണ് അല്ലേ? നമുക്ക് 12.1 12.05 പിന്നെ കുറഞ്ഞ് അറ്റത്ത് 12 എത്താനായി അല്ലേ? ഓക്കെ, അപ്പൊ നമുക്ക് പറയാൻ പറ്റും ലിമിറ്റ് എക്സ് ടെൻസ് ടു 2 പ്ലസ് എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാലും അതിന്റെ ആൻസർ 12 ആണ്. അതായത് ലെഫ്റ്റിൽ നിന്ന് എക്സ് 2ലോട്ട് പോകുമ്പോഴും എഫ് ഓഫ് എക്സ് 12ലോട്ട് പോകും, എക്സ് റൈറ്റിൽ നിന്ന് 2ലോട്ട് പോകുമ്പോഴും എഫ് ഓഫ് എക്സ് 12ലോട്ട് പോകും. ഇതിന്റെ അർത്ഥം എന്താണ്? എന്താണ് ഈ പറഞ്ഞതിന്റെ അർത്ഥം? അതായത് ഞാൻ പറഞ്ഞ ഈ എക്സാമ്പിളില് ലിമിറ്റ് എക്സ് ടെൻസ് ടു 2 മൈനസ് 10 പ്ലസ് എക്സ് ഈക്വൽ ടു ലിമിറ്റ് എക്സ് ടെൻസ് ടു 2 പ്ലസ് എഫ് ഓഫ് എക്സ് ആണ് അല്ലേ? അതായത് ലെഫ്റ്റ് ലിമിറ്റും റൈറ്റ് ലിമിറ്റും ഈക്വൽ ആണ്. അങ്ങനെയെങ്കിൽ നമുക്ക് പറയാൻ പറ്റും ഈ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. അതിന്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ ലിമിറ്റ് എക്സ് ടെൻസ് ടു 2 10 പ്ലസ് എക്സ് ഈസ് ഈക്വൽ ടു 12 ആണ്. ഇങ്ങനെയാണ് ബേസിക് ആയിട്ട് നമുക്ക് ഇതിന്റെ കൺസെപ്റ്റ് മനസ്സിലാകുക. അതായത് എക്സ് ഒരു വാല്യൂലോട്ട് അടുക്കുമ്പോൾ എഫ് ഓഫ് എക്സ് ഏത് വാല്യൂലോട്ടാണ് അടുക്കുക എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ് കണ്ടുപിടിക്കുക. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഞാൻ ഒരു കാര്യം ചോദിച്ചാൽ ലിമിറ്റ് എക്സ് ടെൻസ് ടു എ എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം?
എക്സ് എയിലോട്ട് അടുക്കുമ്പോൾ എഫ് ഓഫ് എക്സ് ഏത് വാല്യൂട്ട് അടുക്കും അല്ലെ? അതിപ്പോ എഫ് ഓഫ് എക്സ് ഇതിന്റെ വാല്യൂ എൽ ആണെങ്കിൽ എന്താ സംഭവിക്കുക? ലിമിറ്റ് എക്സ് ടെൻഡ്സ് ടു എ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എൽ. അതായത് എക്സ് എയിലോട്ട് അടുക്കുമ്പോൾ അത് ലെഫ്റ്റിൽ നിന്ന് അടുക്കാം, റൈറ്റിൽ നിന്ന് അടുക്കാം. ഏതെങ്കിലും ഒന്ന് അടുത്താൽ മാത്രം പോരാ, റൈറ്റിൽ നിന്നും ലെഫ്റ്റിൽ നിന്നും ഈക്വൽ ആയിട്ട് അടുത്താൽ എഫ് ഓഫ് എക്സ് എല്ലിലോട്ട് അടുക്കും. അതാണ് ഇതിന്റെ അർത്ഥം. ലെഫ്റ്റിൽ നിന്ന് അടുത്താലും റൈറ്റിൽ നിന്ന് അടുത്താലും മാത്രമേ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുള്ളൂ. അതിപ്പോ സപ്പോസ് ലിമിറ്റ് എക്സ് ടെൻഡ്സ് ടു എ മൈനസ് എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ നോട്ട് ഈക്വൽ ടു ലിമിറ്റ് എക്സ് ടെൻഡ്സ് ടു എ പ്ലസ് എഫ് ഓഫ് എക്സ് ആണെങ്കിൽ ആ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യില്ല എന്നാണ് നമ്മൾ പറയാ. ഈ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യില്ല. ഓക്കെ, അപ്പോ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യാനുള്ള ബേസിക് ക്വാളിഫിക്കേഷൻ എന്താണ്? ലെഫ്റ്റ് ലിമിറ്റും റൈറ്റ് ലിമിറ്റും ഈക്വൽ ആണ്, എന്നാൽ മാത്രമേ ആ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുള്ളൂ. ഓക്കെ, അത് മനസ്സിലാക്കാം. അപ്പൊ അതാണ് ബേസിക് കൺസെപ്റ്റ് ലിമിറ്റിന്റെ. ഓക്കെ, ഇത് ഞാൻ നേരത്തെ പറഞ്ഞ ഒരു എക്സാമ്പിൾ ആണ്. അതിന്റെ വേറൊരു തരത്തിലുള്ള എക്സാമ്പിൾ ആണ്. ആ എക്സിന്റെ വാല്യൂ ജസ്റ്റ് ഒന്ന് മാറ്റിയിട്ട് എഫ് ഓഫ് എക്സ് എക്സ്പ്രസ് 10 കൊടുത്തിട്ട് ആ എക്സിന്റെ വാല്യൂ 5 കൊടുത്താൽ എങ്ങനെയാണ് അതിന്റെ അടുക്കുന്നത് പറഞ്ഞാൽ ഞാൻ പറയേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഞാൻ ഓൾറെഡി എക്സ്പ്ലെയിൻ ചെയ്ത കാര്യം മാത്രമാണ്. ഓക്കെ, അപ്പൊ ലിമിറ്റ് എന്ന് പറഞ്ഞാൽ ബേസിക് ഐഡിയ എല്ലാവർക്കും ഓക്കെ എന്ന് വിചാരിക്കുന്നു. ഓക്കെ, ആ ബേസിക് ഐഡിയ കിട്ടിയ ബാക്കിയുള്ളതൊക്കെ ഈസിയാണ്. ഇനി ഇതൊന്നും ജസ്റ്റ് സിമ്പിൾ ആണ്. ഇനി നമുക്ക് നോക്കാം ആൾജിബ്ര ഓഫ് ലിമിറ്റ്സ്. സപ്പോസ് എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ ഒരു ഫംഗ്ഷൻ ആണ്, അതുപോലെ അടുത്തൊരു ഫംഗ്ഷൻ ആണ് ജി ഓഫ് എക്സ് എന്ന് വിചാരിക്കുക. Then limit x tends to a f of x plus g of x എന്ന് പറഞ്ഞാൽ നമുക്ക് ഇതിനെ limit x tends to a f of x plus limit x tends to a g of x എന്ന് എഴുതാൻ പറ്റും. അതായത് ഒരു ലിമിറ്റിന്റെ ഉള്ളിൽ രണ്ട് ഫംഗ്ഷൻസും ആഡ് ചെയ്താൽ അതിനെ സെപ്പറേറ്റ് ലിമിറ്റ് കൊടുത്ത് ആഡ് ചെയ്യാൻ പറ്റും. അതാണ് ഒരു ടൈപ്പ് ഓഫ് ആൾജിബ്ര എന്ന് പറയുന്നത്. അതാണ് ഒന്നാമത്തത്. രണ്ടാമത്തത് ലിമിറ്റ് x tends to a f of x minus g of x equal to limit same case x tends to a f of x minus limit x tends to a g of x എന്ന് എഴുതാൻ പറ്റും. സെയിം ഒരു ബ്രാക്കറ്റിനുള്ളിൽ ഒറ്റ ലിമിറ്റ് ആയി കൊടുത്തിട്ട് നമ്മൾ നെഗറ്റീവ് ചെയ്താൽ, രണ്ട് ഫംഗ്ഷൻസിനെ നെഗറ്റീവ് ചെയ്താൽ അതിനെ ഈച്ച് ലിമിറ്റ് ആക്കിയിട്ട് നമുക്ക് ഒരു സബ്സ്ട്രാക്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, then limit x tends to a f of x into g of x equal to limit x tends to a f of x into limit x tends to a g of x എന്ന് എഴുതാൻ പറ്റും. ഇത് സെയിം കൺസെപ്റ്റ്. limit x tends to a f of x into g of x equal to limit x tends to f of x tends to a f of x into limit x tends to a g of x എന്ന് എഴുതാൻ പറ്റും. Next, limit x tends to a f of x by g of x. എന്തായിരിക്കും ഇത്? നമ്മൾ മനസ്സിൽ ആലോചിച്ചത് എന്താണെന്ന് തന്നെയാണ്. ഓക്കെ, അതായത് ലിമിറ്റ് x tends to a f of x divided by limit x tends to a g of x. ഇവിടെ ഇത് വാല്യൂ നോട്ട് ഈക്വൽ 0 ആണെന്നൊക്കെ ഉണ്ട് കേട്ടോ, ഒന്ന് മനസ്സിലാക്കാം. അപ്പൊ ഇതാണ് ബേസിക് ആയിട്ടുള്ള 4 ആൾജിബ്ര ഓഫ് ലിമിറ്റ്സ്. കഴിഞ്ഞിട്ടില്ല, ജസ്റ്റ് നോക്കുക. ഉള്ളിൽ പ്രസ് ചെയ്താൽ പുറത്തെടുത്ത് പ്രസ് ചെയ്യാം, മൈനസ് ചെയ്താൽ പുറത്തെടുത്ത് മൈനസ് ചെയ്യാം. അതുപോലെ ബാക്കി രണ്ട് ഓപ്പറേഷൻസും. ഇനി വേറെ ഒന്നാണ് ലിമിറ്റ് x tends to a k into f of x equal to k into limit x tends to a f of x. അതായത് ഒരു k എന്ന് പറഞ്ഞ കോൺസ്റ്റന്റ് ഫംഗ്ഷൻ ഇൻഡ്യൂ ചെയ്തിട്ട് നമ്മൾ ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ ആ k എന്ന ഫംഗ്ഷനെ ലിമിറ്റിന് പുറത്തേക്ക് നമുക്ക് എടുക്കാൻ പറ്റും. എക്സാമ്പിൾ, സിമ്പിൾ എക്സാമ്പിൾ, ലിമിറ്റ് x tends to 2
2x സ്ക്വയർ നമുക്ക് കണ്ടുപിടിക്കണം വിചാരിക്കുന്നു. ഇത് നമുക്ക് 2 പുറത്തേക്ക് എടുക്കാം. അതായത് 2 into limit x tends to 2 x square എന്ന് എഴുതാൻ പറ്റും. ഓക്കെ, ഇതാണ് ഈ ഒരു ആൾജിബ്രയുടെ ഒരു അർത്ഥം. അതിലൊരു എക്സാം ആണ്. ഓക്കെ, അതായത് ഒരു കോൺസ്റ്റന്റിനെ ഫംഗ്ഷൻ കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്താൽ ആ കോൺസ്റ്റന്റിനെ നമുക്ക് പുറത്തേക്ക് എടുത്ത് അതിന് ലിമിറ്റ് അപ്ലൈ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ അത്രയാണ് ആൾജിബ്ര ഓഫ് ലിമിറ്റ്സിനെ കുറിച്ച് നമുക്ക് അറിഞ്ഞിരിക്കേണ്ടത്. മനസ്സിലാക്കിയിരിക്കുന്നു. സംഭവം സിമ്പിൾ ആണ്, ഒന്നുമില്ല. ഇനി പ്രോബ്ലം ചെയ്യുമ്പോൾ എല്ലാം ഓക്കെയാണ്. ഓക്കെ, ഇനി അടുത്തത് നമ്മളെ ഈ ഒരു ഫോക്കസ് ഏരിയയിൽ പറഞ്ഞിട്ടുള്ള മെയിൻ ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ് ലിമിറ്റ്സ് ഓഫ് പോളിനോമിയൽസ് ആൻഡ് റാഷണൽ ഫങ്ഷൻസ്. ആക്ച്വലി എന്താണ് പോളിനോമിയൽ? നമുക്കറിയാം f of x equal to a0 plus a1x plus a2x square. ഇങ്ങനെ എഴുതി പോകുന്ന ഈ ഒരു ടൈപ്പ് ഓഫ് ഫംഗ്ഷനെ പറയുന്ന പേരാണ് പോളിനോമിയൽ. എല്ലാവരും പറയുന്ന കാര്യമാണ്. ആ പോളിനോമിയലിന്റെ ലിമിറ്റ് നമുക്ക് എങ്ങനെ കാണാൻ പറ്റും? സപ്പോസ് f of x എന്ന് പറഞ്ഞാൽ ഒരു പോളിനോമിയൽ ആണെന്ന് വിചാരിക്കുന്നു. സപ്പോസ് f of x എന്ന് പറഞ്ഞാൽ ഒരു പോളിനോമിയൽ ആണെന്ന് വിചാരിക്കുന്നു. ഓക്കെ, അങ്ങനെയെങ്കിൽ ലിമിറ്റ് x tends to a f of x equal to f of a എന്ന് കൊടുത്താൽ മതി. എന്താണ്? x ന്റെ സ്ഥാനത്ത് ഈ a നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ ആൻസർ കിട്ടും. എങ്ങനെയാണ് നോക്കാം. നമുക്കറിയാം x square plus x ഒരു പോളിനോമിയൽ ആണ് അല്ലേ? x square plus x ഒരു പോളിനോമിയൽ അല്ലേ? ആണ്. കാരണം എന്താ? ഇത് ഈ ഒരു ഫോമിലാണ്. ഇവിടെ a square a0 plus a1x plus a2x എന്ന ഫോമിൽ a0 0 a1x 0 ആയാല് അതുപോലെ a2 ന്റെ വാല്യൂ 1 a3 ന്റെ വാല്യൂ അങ്ങനെ ഇത് a1 ന്റെ 1 a2 1 ആയിട്ടുള്ള ഒരു പോളിനോമിയൽ. ഇത്രേ ഉള്ളൂ. ജസ്റ്റ് ഈ ടൈപ്പ് ഓഫ് ഇതൊരു ടൈപ്പ് ഓഫ് പോളിനോമിയൽ മാത്രം മനസ്സിലാക്കാം. ഇതിൽ നമ്മൾ ഒരു ലിമിറ്റ് അപ്ലൈ ചെയ്യുന്നുണ്ട്. ലിമിറ്റ് x tends to 2 x square plus x എത്രയാണ്? ഞാൻ പറഞ്ഞു ലിമിറ്റ് x tends to a f of x എന്ന് പറഞ്ഞാൽ ഈ x ന്റെ സ്ഥാനത്ത് a കൊടുത്താൽ മതി. അതായത് f of a ആണ്. അതുപോലെ ഈ x ന്റെ സ്ഥാനത്ത് 2 കൊടുത്താൽ മതി. ഇവിടെ a 2 ആണ്, അത് കൊടുക്കുക. എന്താണ്? 2 square plus 2 4 plus 2 6 ആണ്. ലിമിറ്റ് x tends to 2 x square plus x എന്ന് പറഞ്ഞാൽ കഴിഞ്ഞോ? ഇല്ല. അടുത്തൊരു എക്സാമ്പിൾ. ഇനി അടുത്തൊരു പോളിനോമിയൽ ആണ് x³ + 1. ഇതൊരു പോളിനോമിയൽ ആണ്. ഇതിലെ ലിമിറ്റ് x tends to 2 x³ + 1 കൊടുത്താൽ എന്താ സംഭവിക്കാം? x ന്റെ സ്ഥാനത്ത് 2 അപ്ലൈ ചെയ്യാം. 2³ + 1 2³ എന്താണ്? 8 8 + 1 9 ആൻസർ. സിമ്പിൾ ആണ്, ഒന്നുമില്ല. x ന്റെ സ്ഥാനത്ത് നമ്മുടെ വാല്യൂ ഏതാണ്? ഏത് വാല്യൂ ആണ് ടെൻഡ് ചെയ്യുന്നത് ആ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമ്മുടെ ആൻസർ കിട്ടും. ഓക്കെ, വളരെ സിമ്പിൾ ആണ്. ഇനി അപ്പൊ നമ്മൾ ഈ ഒരു കേസിൽ ഉണ്ടല്ലോ ഈ ഹെഡിങ്ങിലെ പോളിനോമിയലിനെ കുറിച്ച് ഡിസ്കസ് ചെയ്തു. ഇനി റാഷണൽ ഫങ്ഷൻസ് എങ്ങനെ ചെയ്യാൻ പറ്റും? എക്സാമ്പിൾ പറയാം. x + 2 divided by x + 1. ഈ ഫോർമാറ്റിൽ എഴുതുന്ന ഫങ്ഷൻസ് ആണല്ലോ റാഷണൽ ഫങ്ഷൻസ്. അതെല്ലാവർക്കും അറിയുന്ന കാര്യമായിരിക്കും. അപ്പൊ ഇതിനെ നമുക്ക് ഒരു ക്വസ്റ്റ്യൻ ചെയ്താൽ ലിമിറ്റ് x tends to 1 x + 2 divided by x + 1 എന്നാണ് ക്വസ്റ്റ്യൻ എങ്കിൽ ഇവിടെ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണ്? നേരത്തെ പറഞ്ഞ അതേ കാര്യം. അതായത് ലിമിറ്റ് x tends to a f of x നമ്മൾ f of a എഴുതിയില്ലേ? f of a എന്ന് എഴുതിയില്ലേ? ആ കാര്യം തന്നെ ഇവിടെ ചെയ്യാം. അതായത് x ന്റെ സ്ഥാനത്ത് നമ്മൾ ഏത് ഭാഗത്തേക്കാണോ ടെൻഡ് ചെയ്യുന്നത് ആ വാല്യൂ ചെയ്യാം. അതായത് 1 + 2 divided by 1 + 1 എന്താ അവസ്ഥ? 3/2. ഇതാണ് ആൻസർ. എന്താ സിമ്പിൾ ആയിട്ട് നമുക്ക് ഇത് ചെയ്യാൻ പറ്റും. ഇതാണ് നിങ്ങളുടെ സിലബസിന്റെ സാധനം. ആലോചിച്ചു, ഇത് സിമ്പിളാ. x ന്റെ സ്ഥാനത്ത് നമ്മൾ ഏത് വാല്യൂട്ടാണ് ടെൻഡ് ചെയ്യുന്നത് ആ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ ആൻസർ കിട്ടും. ഓക്കെ, ഇനി നമുക്ക് രണ്ട് പ്രോബ്ലം ചെയ്ത് നോക്കാം. ഫസ്റ്റ് പ്രോബ്ലം ലിമിറ്റ് x tends to 1 x³ - x² + 1 എന്താ ചെയ്യേണ്ടത്? പോളിനോമിയൽ ആണ്, ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അതായത് 1³ - 1² + 1 എന്താണ്? 1 - 1 0 + 1 1. ഓക്കേ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അപ്പോൾ എത്ര എളുപ്പമാണ് ഈ ക്വസ്റ്റ്യൻ ആൻസർ കിട്ടുന്നത്?
ഒരു മാർക്കായി വെറുതെ മാർക്കിട്ടില്ലേ. അപ്പൊ ഈ ക്വസ്റ്റ്യൻ ആൻസർ ആയി. ഇനി അടുത്ത് ലിമിറ്റ് x tends to 3 x into x plus 1. എന്താ ചെയ്യേണ്ടത്? x ന്റെ സ്ഥാനത്തേക്ക് ഈ 3 മൾട്ടിപ്ലൈ ചെയ്യാം. സോറി 3 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ 3 into 3 plus 1 അതായത് 3 into 4. ആൻസർ x ആണ്. രണ്ട് മാർക്ക് കിട്ടി. എന്തിനാ കിട്ടിയത്? വെറുതെ കിട്ടിയില്ലേ. ഒരു ഐഡിയയും വേണ്ട ആവശ്യമില്ല, ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഇത്രയേ ഉള്ളൂ, വേറെ ഒന്നും വേണ്ട ആവശ്യമില്ല. ജസ്റ്റ് മാർക്ക് കിട്ടി. ഓക്കെ, ഇത്രയേ ഉള്ളൂ ഇതിന്റെ പ്രോബ്ലം, വേറെ ഒന്നുമില്ല. പിന്നെ ഇത് ഇവിടെ ചെയ്യുമ്പോൾ ആലോചിച്ചു സെയിം ലിമിറ്റ് x tends to 2 x cube minus 4x square എല്ലാം ശ്രദ്ധിക്കട്ടോ പ്ലസ് 4x divided by x square minus 4 ആണ്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യാ? 2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. 2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു, അതായത് 2 cube minus 4 into 2 square plus 4 into 2 divided by 2 square minus 4. എന്തായി? 2 cube എന്താ? 8 minus 4 into 4 16 plus 8 divided by 4 minus 4. 8 plus 8 16. 60 minus 16 0 divided by 4 minus 4 0. അതെന്തായി? 0 by 0. വാല്യൂ കിട്ടിയോ? കിട്ടിയില്ല അല്ലേ? എന്താ ചെയ്യുന്നത്? 0 by 0 നമുക്ക് അങ്ങനെ ഇൻഫിനിറ്റി എഴുതാൻ പറ്റുമോ? ഇത് ഇൻഫിനിറ്റി ആണോ? ഒരിക്കലും ലൈൻ ഇൻഡെഫിനിറ്റ് ഫോം ആണ്. ഇത് ഇൻഫിനിറ്റി എന്ന് എഴുതിയാൽ തെറ്റാണ്, ഇൻഡെഫിനിറ്റ് ഫോം ആണ്. ഓക്കെ, അപ്പോൾ ഇതല്ല നമ്മുടെ ആൻസർ. അപ്പൊ ഇവിടെ എന്താ സംഭവിച്ചത്? ഇവിടെ നമ്മൾ ഇങ്ങനെ 0 by 0 കിട്ടിയാൽ അങ്ങനെ ചെയ്യാം. 0 by 0 കിട്ടി എന്ന് വിചാരിക്കുക. അപ്പോ അടുത്തൊരു സ്റ്റെപ്പ് ചെയ്യാം. അത് ചെയ്യേണ്ടത് ഇവിടെ എവിടെയെങ്കിലും നമുക്ക് ക്യാൻസൽ ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കാം. ഏതെങ്കിലും ടേംസ് ക്യാൻസൽ ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കാം. ഇവിടെ നമുക്ക് എക്സിനെ കോമൺ എടുക്കാൻ പറ്റില്ല. ഇവിടെ ഇൻഡെക്സ്, ഇവിടെ ഇൻഡെക്സ്, ഇവിടെ ഇൻഡെക്സ് നോക്കാം. എക്സിനെ കോമൺ എടുത്തു. എക്സിനെ കോമൺ എടുത്താൽ ഇത് എക്സ് സ്ക്വയർ ആയി മാറും. എക്സ് സ്ക്വയർ മൈനസ് ഇത് വെറും 4x ആയി മാറും. ഇത് വെറും 4 ആയി മാറും. ഓക്കെ, താഴെ എക്സ് സ്ക്വയർ മൈനസ് 4 നിങ്ങൾക്ക് അറിയാം എന്താണ്? എക്സ് സ്ക്വയർ മൈനസ് എ സ്ക്വയർ എന്താണ്? എക്സ് പ്ലസ് എ ഇൻറ്റു എക്സ് മൈനസ് എ അല്ലേ? എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. 10ാം ക്ലാസ്സും 9ാം ക്ലാസ്സും ഒക്കെ പഠിച്ച കാര്യമാണ്. എക്സ് സ്ക്വയർ മൈനസ് എ സ്ക്വയർ ഇൻറ്റു എക്സ് പ്ലസ് എ ഇൻറ്റു എക്സ് മൈനസ് എ. ഇത് നമുക്ക് എങ്ങനെ എഴുതാം? എക്സ് പ്ലസ് 2 ഇൻറ്റു എക്സ് മൈനസ് 2. ഇവിടെ എവിടെയെങ്കിലും നമുക്ക് കട്ട് ചെയ്യാൻ പറ്റുമോ? ഇല്ലല്ലോ, കട്ട് ചെയ്യാൻ പറ്റില്ല. ഇനി എന്താ ചെയ്യാം? ഇതിലേക്ക് വീണ്ടും ചെറുതാക്കാൻ പറ്റും അല്ലേ? എക്സ് സ്ക്വയർ മൈനസ് 4x പ്ലസ് 4 എന്താണ്? ആലോചിച്ചു സർ, എന്താണ് എക്സ് മൈനസ് 2 ഹോൾ സ്ക്വയർ? നമുക്കറിയാം എക്സ് സ്ക്വയർ മൈനസ് 2 ഇൻറ്റു 2 4x പ്ലസ് 4 അല്ലേ? എക്സ് മൈനസ് 2 ഹോൾ സ്ക്വയർ അതന്നെയല്ലേ ഇവിടെ ഉള്ളത്? അപ്പൊ നമുക്ക് ഇതിനെ ഞാൻ ഇത് കൂടെ എക്സ് ഇൻറ്റു എക്സ് മൈനസ് 2 ഹോൾ സ്ക്വയർ divided by x plus 2 into x minus 2 ने ഇവിടെ നമുക്ക് 1x minus 2 കട്ട് ചെയ്തൂടെ? അപ്പോൾ എന്തായി? x into x minus 2 divided by x plus 2 ആയില്ലേ? ഈ ഒരു സാധനത്തിനെ, അതായത് ഈ ഒരു വലിയ ഇക്വേഷൻ നമുക്ക് ചെറുതാക്കിയിട്ട് x into x minus 2 divided by x plus 2 നെ ഇനി നമുക്ക് ലിമിറ്റ് അപ്ലൈ ചെയ്യാം. അതായത് ലിമിറ്റ് x tends to 2 x into x minus 2 divided by x plus 2. ഓക്കെ, ഇനി നമുക്ക് എന്താ ലിമിറ്റ് അപ്ലൈ ചെയ്താൽ സംഭവിക്കാം? 2 കൊടുക്കാം. 2 into 0 divided by 4 എന്താ? 0t. സിമ്പിൾ ആണ്. ഇവിടെ എന്താ ചെയ്തെന്ന് ഓർമ്മ ഉണ്ടാക്കിയും എന്താ ചെയ്തത് ഇവിടെ? അതായത് ഞാൻ ആദ്യം ശരിക്കും ഡൗട്ടിലാണ്, ശരി ശ്രദ്ധിക്കട്ടോ. ഞാൻ ആദ്യം 2 ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അപ്പൊ എന്താ സംഭവിച്ചത്? ഇവിടെ 8 ക്യൂബ് മൈനസ് 2 സ്ക്വയർ 16 പ്ലസ് 8 ഡിവൈഡ് ബൈ 4 മൈനസ് 4 ആയി. അതായത് 0 by 0 ആയി. ഇത് ഇൻഫിനിറ്റി അല്ല, ഇൻഡെഫിനിറ്റ് ഫോം ആണ്. അപ്പൊ ഇതല്ല നമ്മുടെ ആൻസർ. ഇത് ആൻസർ ആയിട്ട് നമുക്ക് എഴുതാൻ പറ്റില്ല.
അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത്? എന്തെങ്കിലും കട്ട് ചെയ്യാണ്ടോ നോക്കണം. അപ്പൊ മുകളിലോട്ട് നോക്കിയപ്പോൾ എക്സ് ഇങ്ങനെ കോമൺ ആണ്. എക്സ് കോമൺ ആക്കി എടുത്തു. ബാക്കിയുള്ളത് എക്സ് സ്ക്വയർ മൈനസ് 4x പ്ലസ് 4 ആണ് ബാക്കിയുള്ളത് അല്ലേ? ഡിവൈഡഡ് ബൈ എക്സ് സ്ക്വയർ മൈനസ് 4 ആണ്. നമുക്ക് എക്സ് പ്ലസ് 2 ഇൻറ്റു എക്സ് മൈനസ് 2 ചെയ്താൽ ഇതൊക്കെ ചെറുപ്പം മുതലേ നമ്മൾ പഠിക്കുന്ന ഒരു കാര്യമാണ്. ഇവിടെയും കട്ട് ചെയ്ത് മാറ്റാൻ ഒന്നുമില്ല. പിന്നെ ആലോചിച്ചാൽ ഇതെന്താണ്? എക്സ് സ്ക്വയർ മൈനസ് 4x പ്ലസ് 4 എന്താണ്? നമുക്കറിയാം എക്സ് മൈനസ് 2 ഹോൾ സ്ക്വയർ അല്ലേ? എക്സ് സ്ക്വയർ മൈനസ് 4x പ്ലസ് 4. അപ്പൊ നമുക്ക് ഇത് എന്ത് ചെയ്യാം? x into x minus 2 whole square divided by x plus 2 into x minus 2 എന്നത് കൂടെ ഇവിടെ ഒരു x minus 2 ക്യാൻസൽ ചെയ്തപ്പോൾ നമുക്ക് നമ്മുടെ ഫംഗ്ഷൻ ഇങ്ങനെ ചുരുങ്ങി x into x minus 2 divided by x plus 2 ആയി ചുരുങ്ങി. ഇനി ഇതിലോട്ട് നമ്മൾ ലിമിറ്റ് അപ്ലൈ ചെയ്യാം. ലിമിറ്റ് x tends to 2. അങ്ങനെ ആയിട്ട് സംഭവിക്കുക ഇത് 2 into 2 minus 2 0 divided by 4 ആയി, അതായത് 0 ആയി. ഇതിന്റെ ആൻസർ എന്താണ്? 0 ആണ്. ഓക്കേ, ആ കൺസെപ്റ്റ് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അത്രേ ഉള്ളൂ അതിനെക്കുറിച്ച് അറിയേണ്ടത്. നെക്സ്റ്റ് അടുത്ത ക്വസ്റ്റ്യൻ ആണ് ലിമിറ്റ് x tends to 1 x raised to 15 minus x raised to 10 minus 1. ഇവിടെ എന്തായി? ഞാൻ എപ്പോഴും ചെയ്യുന്ന പോലെ 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അപ്പൊ എന്തായി? 1 raised to 15 minus 1 divided by 1 raised to 10 minus 1 0 by 0. ഇതാണ് ആൻസർ. അല്ല, കാരണം എന്താണ്? ഇത് ഇൻഡെഫിനിറ്റ് ഫോം ആണ്. ഒരിക്കലും ഇൻഡെഫിനിറ്റ് ഫോം ആൻസർ ആയി വരില്ല. അപ്പോ ഇതിന് എന്തോ മാറ്റാൻ അല്ലേ? എന്താ ചെയ്യുക? എവിടെ കട്ട് ചെയ്യാൻ പറ്റുമോ? ഒരിക്കലും ഇല്ല, കട്ട് ചെയ്യാൻ പറ്റില്ല. ഇതിന്റെ ഒരു ഫോമുല നമ്മൾ ഇതുവരെ പഠിച്ചിട്ടില്ല അല്ലേ? അപ്പൊ ഇതിന് നമുക്കൊരു ഫോം ഉണ്ട്, അല്ലെങ്കിൽ ഫോമുലുണ്ട് ഇത് ചെയ്യാൻ. അതാണ് ഈ തന്നിട്ടുള്ളത്. അതായത് ലിമിറ്റ് x tends to a x raised to n minus a raised to n divided by x minus a എന്ന് പറഞ്ഞാൽ n a raised to n minus 1 ആണ്. വളരെ നിർബന്ധമായിട്ടുള്ള ഫോം ആട്ടോ. ഉറപ്പായിട്ട് ചോദിക്കും, ഞാൻ പറഞ്ഞുതരാം. ഉറപ്പായിട്ട് ചോദിക്കുന്ന ഒരു ഫോമാണ് ലിമിറ്റ് x tends to a x raised to n minus a raised to n divided by x minus a എന്ന് പറഞ്ഞാൽ n into a raised to n minus 1 ആണ്. ഈ ക്വസ്റ്റ്യൻ സിമ്പിൾ ആയിട്ട് ക്വസ്റ്റ്യൻ എന്നാൽ ലിമിറ്റ് x tends to a x raised to 10 minus 2 raised to 10 divided by x minus 2 എന്താണ്? ഇങ്ങനെ ക്വസ്റ്റ്യൻ ചോദിച്ചാൽ എന്താ ചെയ്യാ? ഇത് സെയിം ഫോർമുല അല്ലേ? ഇതും ഒരേ ഫോർമുല അല്ലേ? ഇതിന്റെ ആൻസർ എന്താണ്? n into a raised to n minus 1. ഇവിടെ n ന്റെ സ്ഥാനത്ത് എന്താണ്? 10 ആണ്. അപ്പോൾ 10 into a യുടെ സ്ഥാനത്ത് എന്താണ്? 2 ആണ്. 2 raised to n minus 1 10 minus 1 10 into 2 raised to 9 ആണ് ഇതിന്റെ ആൻസർ. അങ്ങനെയാണ് നമ്മൾ ഈ ഒരു ഫോർമുല വന്നാൽ നമ്മുടെ ആൻസർ കണ്ടുപിടിക്കുക. അങ്ങനെയെങ്കിൽ ഇതിന്റെ ആൻസർ എന്താണ്? ഞാൻ പറഞ്ഞ ഫോം എന്താണ്? ലിമിറ്റ് x tends to a x raised to n minus a raised to n divided by x minus a എന്ന് പറഞ്ഞാൽ n into a raised to n minus 1 ആണ്. ഇതാണ് നമ്മുടെ ഫോം. ഇതും ഒരേ ഫോമിലാണോ? ജസ്റ്റ് ആലോചിച്ചു കാണുക. x raised to 15 minus 1 divided by x raised to 10 minus 1 ഈ ഫോമിലാണ്. ഒരിക്കലല്ല. എന്താ കാരണം? താഴെ ഇതിന്റെ പവർ 1 ആണ്, പക്ഷെ ഇതിന്റെ പവർ 10 ആണ്. ഇനി നമുക്ക് ഇതിലോട്ട് കൺവേർട്ട് ചെയ്തൂടെ? ചെയ്യാം. അതെങ്ങനെ ചെയ്യാം? അതെങ്ങനെ കൺവേർട്ട് ചെയ്യാം? നമുക്ക് ഇങ്ങനെ ചെയ്യാം. ലിമിറ്റ് x tends to 1 x raised to 15 minus 1 raised to x raised to 15 minus 1 raised to 15 ഇത് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഇതിന്റെ വാല്യൂ 1 raised to 15 ന് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഒരു പ്രശ്നമില്ല. ഡിവൈഡ് ബൈ x minus 1 കൊണ്ട് ഞാൻ ഡിവൈഡ് ചെയ്തു, x minus 1 കൊണ്ട് ഇൻഡ് ചെയ്തു. അതായത് ഈ വാല്യൂവിനെ ഡിവൈഡ് ബൈ x minus 1 കൊണ്ട് ചെയ്തു, ഇൻറ്റു x minus 1 ചെയ്താൽ എന്തെങ്കിലും പ്രശ്നം വരുമോ? ഒരു പ്രശ്നം വരില്ല, കാരണം ഡിവൈഡ് ചെയ്തു, ഇൻഡ് ചെയ്തു. അതുപോലെ താഴെ നമുക്ക് ടേം ഉണ്ട് x raised to 10 minus 1. അതിനെ ഞാൻ x minus 1 കൊണ്ട് ഡിവൈഡ് ചെയ്തു, ഇൻറ്റു ചെയ്തു. എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഇവിടെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ?
ഒരിക്കലും ഇല്ല. കാരണം ഡിവൈഡ് ചെയ്തു ഇൻറ്റു ചെയ്തു. ഇനി നമുക്ക് ഇതും ക്യാൻസൽ ചെയ്തൂടെ? രണ്ടും എക്സ് മൈനസ് 1 ക്യാൻസൽ ചെയ്യാം. ഇപ്പൊ എന്താ സംഭവിച്ചത്? ഇത് ലിമിറ്റ് എക്സ് ടെൻഡ്സ് ടു എ എഫ് ഓഫ് എക്സ് ബൈ ജി ഓഫ് എക്സ് ഫോമിലായില്ലേ? ഇതിന് നമുക്ക് എന്താ എഴുതാം? ലിമിറ്റ് എക്സ് ടെൻഡ്സ് ടു എ എഫ് ഓഫ് എക്സ് ഡിവൈഡഡ് ബൈ ലിമിറ്റ് എക്സ് ടെൻഡ്സ് ടു എ ജി ഓഫ് എക്സ് എന്ന് എഴുതി കൂടെ? ഞാൻ പറഞ്ഞ് പഠിപ്പിച്ച കാര്യമല്ല ഇത് നമുക്ക് അങ്ങനെ എഴുതാം. അതായത് ലിമിറ്റ് എക്സ് ടെൻഡ്സ് ടു 1 x raised to 15 minus 1 raised to 15 divided by x minus 1 divided by limit x tends to 1 x raised to 10 minus 1 raised to 10 divided by x minus 1. അല്ലേ? എന്തെങ്കിലും ഡൗട്ട് ഉള്ളതിൽ അല്ലേ? ഇപ്പൊ ഇത് ഏത് ഫോർമുലയായി? ഇത് ഈ ഫോർമുലയല്ലേ? ഈ ഫോർമുലയല്ലേ? x raised to n minus a raised to n divided by x minus a ഫോർമുലയല്ലേ? ഇനി ഇതിന്റെ ആൻസർ കിട്ടാൻ എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ? n a raised to n minus 1 ഇവിടെ n എന്താണ്? 15 ആണ്. മോള് 15 a raised to a 1 ആണ്, n minus 1 14 divided by ഇവിടെ n into a raised to n minus 1 n 10 ആണ്. 10 into 1 raised to n minus 1 9 എന്തായി? 15 by 10 15 by 10 എന്താണ്? 3 by 2. ഇതാണ് ആൻസർ. ഇത്രയും സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ നമുക്ക് ആൻസർ ചെയ്യാം. ഇത്ര സിമ്പിൾ ആണ്. നമുക്ക് അറിയുന്ന ഒരു ഫോമിലോട്ട് നമുക്ക് കൺവേർട്ട് ചെയ്യണം, എന്നിട്ട് വേണം നമുക്ക് ആൻസർ കണ്ടുപിടിക്കാൻ. ഓക്കെ, അതാണ് ലിമിറ്റ് എക്സ് ടെൻഡ്സ് ടു എ എക്സ് റേസ് ടു എൻ മൈനസ് എ റേസ് ടു എൻ ഡിവൈഡ് ബൈ എക്സ് മൈനസ് എ ഈക്വൽ ടു എൻ ഇൻറ്റു എ റേസ് ടു എൻ മൈനസ് 1. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കാം. ഓക്കെ, ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ ആണ്. ലിമിറ്റ് എക്സ് ടെൻഡ്സ് ടു 1 എഫ് ഓഫ് എക്സ് if f of x equal to x plus 2 x not equal to 1 0 x equal to 1. ഇതെങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റും? ഇവിടെ നമുക്ക് ലിമിറ്റ് x tends to 1 plus f of x കാണാം ആദ്യം. ഇവിടെ നോക്ക്, x 1 അപ്രോച്ച് ചെയ്യാണ്. പക്ഷെ x 1 ആണോ? അല്ല, 1 അടുത്തുള്ള സംഖ്യയാണ്. 1 അടുത്തുള്ള സംഖ്യയാണെങ്കിൽ ഇതിൽ ഏതാണ് നമ്മുടെ ഫംഗ്ഷൻ? 1 ആണെങ്കിലാണ് 0 എന്ന ഫംഗ്ഷൻ. പക്ഷെ 1 അടുത്തുള്ള സംഖ്യയാണ്, 1 അല്ല, നോട്ടിക്കൽ 1 ആണ്. ഫംഗ്ഷൻ ഏതാണ്? x plus 2 അല്ലേ? അപ്പോൾ ലിമിറ്റ് x tends to 1 plus x plus 2 എന്ന് പറഞ്ഞാൽ എന്താണ്? 1 നേരെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, 1 plus 2 3 എന്ന് കിട്ടി. Okay, next limit x tends to 1 minus f of x എന്താണ്? 1 ലെഫ്റ്റിൽ നിന്ന് അപ്രോച്ച് ചെയ്യാണ്. പക്ഷേ 1 ആണോ? അല്ല, 0.999 ആയിരിക്കാം, 0.9 ആയിരിക്കും, 0.95 ആയിരിക്കും, 0.999 ആയിരിക്കും. പക്ഷെ 1 അല്ല. 1 അല്ലെങ്കിൽ ഫംഗ്ഷൻ ഏതാണ്? സെയിം x plus 2 ആണ്. 1 ആണെങ്കിൽ മാത്രമേ ഫംഗ്ഷൻ 0 ആവുള്ളൂ. ഓക്കെ, x 1 ആണെങ്കിൽ മാത്രമേ ഫംഗ്ഷൻ 0, x 1 അല്ലെങ്കിൽ x plus 2 ആണ്. അപ്പോൾ ഇവിടെ ഫംഗ്ഷൻ ലിമിറ്റ് x tends to 1 മൈനസ് ഫംഗ്ഷൻ എന്താണ്? x plus 2 തന്നെയാണ്. ഇവിടെ 1 ഞാൻ അപ്ലൈ ചെയ്തു, 1 plus 2 3 ആയി. ഈ 1 മൈനസ് എന്ന് പറഞ്ഞാൽ 1ന്റെ മുകളിൽ മൈനസ് ആണോ? ലെഫ്റ്റിൽ നിന്ന് അപ്രോച്ച് ചെയ്യുന്നു മാത്രമേ അർത്ഥമുള്ളൂ, അല്ലാതെ -1 എന്ന് അർത്ഥമല്ല കേട്ടോ. അത് തെറ്റിദ്ധരിക്കരുത്. 1 മുകളിൽ മൈനസ് എന്ന് കൊടുത്താൽ ലെഫ്റ്റിൽ നിന്ന് അപ്രോച്ച് ചെയ്യുന്നു മാത്രമേ അർത്ഥമുള്ളൂ, അല്ലാതെ -1 ആണെന്നുള്ള അർത്ഥമൊന്നുമില്ല. ഓക്കെ, അതിനനുസരിച്ച് 3 കിട്ടി. എന്താ സംഭവിച്ചത്? ലെഫ്റ്റ് ലിമിറ്റും റൈറ്റ് ലിമിറ്റും ഈക്വൽ ആയി. അങ്ങനെയെങ്കിൽ ലിമിറ്റ് x tends to 1 f of x എന്താണ്? ഈ സെയിം വാല്യൂ ആണ് 3. അതാണ് ഈ ക്വസ്റ്റ്യൻ ആൻസർ. ഓക്കെ, ആ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ജസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ, ഞാൻ നിങ്ങൾക്ക് ഒരു ക്വസ്റ്റ്യൻ തരാം. അതായത് ഇതുപോലെ ലിമിറ്റ് x tends to 1 f of x നമുക്ക് കണ്ടുപിടിക്കാം. ഓക്കെ, ലിമിറ്റ് x tends to 1 f of x നമുക്ക് കണ്ടുപിടിക്കാം. f of x ന്റെ പ്രത്യേകത f of x equal to x ആണ് if x less than 1. ഓക്കെ, and x plus 1 ആണ് if x greater than 1, and 0 ആണ് if x equal to 0. ഇതാണ് ഫംഗ്ഷൻ. അതായത് f of x എന്ന് പറഞ്ഞാൽ x ആണ്, x less than 1 ആണെങ്കിൽ. f of x എന്ന് പറഞ്ഞാൽ x plus 1 ആണ് if x greater than 1 ആണെങ്കിൽ. f of x എന്ന് പറഞ്ഞാൽ 0 ആണ് if x equal to 0 ആണെങ്കിൽ. അങ്ങനെയാണെങ്കിൽ ഈ ഫംഗ്ഷന്റെ വാല്യൂ എന്താണ്?
അപ്പൊ ഈ ഒരു കേസിൽ, അതായത് ഇങ്ങനെ ഡിഫറെന്റ് ഫങ്ഷൻസ് വരുന്ന കേസിൽ നമുക്ക് ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റും റൈറ്റ് ഹാൻഡ് ലിമിറ്റും കണ്ടുപിടിക്കണം. ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് കണ്ടുപിടിക്കുന്ന കാര്യം എന്താണ്? ലിമിറ്റ് എക്സ് ടെൻസ് ടു 1 എഫ് ഓഫ് എക്സ് ആണ്. ഇതാണ് കണ്ടുപിടിക്കുന്നത്. അതിനാദ്യം ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് നോക്കി. ലിമിറ്റ് എക്സ് ടെൻസ് ടു 1 മൈനസ് എഫ് ഓഫ് എക്സ് എന്നാണ് നോക്കി. അതെന്താ? ഇവിടെ ഫംഗ്ഷൻ ഏതാ വരുന്നത്? ലിമിറ്റ് എക്സ് ടെൻസ് ടു 1 മൈനസ് എന്ന് പറയുമ്പോൾ ഫംഗ്ഷൻ എന്താ വരുന്നത്? അത് എക്സിലേക്ക്, അതായത് 1 നമ്മൾ ലെഫ്റ്റിൽ നിന്ന് അപ്രോച്ച് ചെയ്യണം. അതായത് നമ്മുടെ എക്സ് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ 0.99 ആവാം, 0.9 ആവാം, 0.95 ആവാം, 0.9999 ആവാം, അല്ലെ? അങ്ങനെ ആകുമ്പോൾ ഇവിടെ ഫംഗ്ഷൻ ഏതാണ് എന്ന് ആലോചിച്ചു. സപ്പോസ് എക്സ് 0.9 ആണെങ്കിൽ അത് ഇതിൽ എക്സ് ലെസ് ദാൻ 1 എന്ന കണ്ടീഷനിലല്ല വരുന്നത്. കാരണം എക്സ് 1ലേക്ക് കുറവാണ്, ലെഫ്റ്റിൽ നിന്നാണ് അപ്രോച്ച് ചെയ്യുന്നത്, ഉറപ്പായിട്ടും എക്സ് 1ലേക്കാൾ കുറവാണ്. അപ്പൊ നമ്മുടെ ഫംഗ്ഷൻ ഇവിടെ ഏതാണ്? ഈ കേസിൽ എക്സ് ആണ്, അല്ലേ? കാരണം എക്സ് 0.9 ആവാം, 0.999 ആവാം. ഈ കേസല്ല ഇത്. നമ്മുടെ ഫംഗ്ഷൻ എക്സ് ആണ്. അപ്പം ലിമിറ്റ് എക്സ് ടെൻസ് ടു 1 മൈനസ് എക്സ് എന്താണ്? ഈ 1 ഡയറക്റ്റായി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, ആൻസർ 1 ആണ്. ഓക്കെ, അതായത് നെക്സ്റ്റ് ലിമിറ്റ് എക്സ് ടെൻസ് ടു 1 പ്ലസ് എഫ് ഓഫ് എക്സ്. ഈ കേസിൽ എന്താണ് എഫ് ഓഫ് എക്സ്? ലിമിറ്റ് എക്സ് ടെൻസ് ടു 1 പ്ലസ് എന്താണ് എഫ് ഓഫ് എക്സ്? 1 പ്ലസ്, അതായത് 1ലോട്ട് റൈറ്റിൽ നിന്ന് അപ്രോച്ച് ചെയ്യാണ്. 1.1 ആവാം, 1.01 ആവാം, 1.00001 ആവാം. അങ്ങനെയെങ്കിൽ കണ്ടീഷൻ ഇതാണോ? അല്ല. കാരണം എന്താണ്? എക്സ് 1ലേക്കാൾ കൂടുതലാണ്. 1ലേക്കാൾ കൂടുതൽ എന്ന് പറഞ്ഞാൽ 1.1 ആവാം, 1.00001 ആവാം. പക്ഷെ 1ലേക്കാൾ കൂടുതലാണ്. 1 അല്ല, 1ലേക്കാൾ കുറച്ച് കൂടുതലാണ്. അപ്പൊ ആ ഫംഗ്ഷൻ എക്സ് പ്ലസ് 1 ആണ്. അപ്പൊ അത് എക്സ് പ്ലസ് 1 ഒക്കെ കൊടുത്തപ്പോൾ 1 ഇവിടെ കിട്ടും, ആൻസർ 2 കിട്ടി. അപ്പൊ ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് 1 ഉം റൈറ്റ് ഹാൻഡ് ലിമിറ്റ് 2 ഉം എന്താ അവസ്ഥ? ഈ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടോ? ഇല്ലല്ലേ. കാരണം എന്താണ്? ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് നോട്ട് ഈക്വൽ ടു റൈറ്റ് ഹാൻഡ് ലിമിറ്റ് ആണ്. അപ്പോ ഇതിന്റെ ആൻസർ ലിമിറ്റ് നോട്ട് എക്സിസ്റ്റ്. ലിമിറ്റ് നോട്ട് എക്സിസ്റ്റ്. വൈ? Because left hand limit and right hand limit is not equal. So left hand ലിമിറ്റും റൈറ്റ് ഹാൻഡ് ലിമിറ്റും ഈക്വൽ അല്ലാത്തതുകൊണ്ട് ഈ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നില്ല എന്നാണ് ആൻസർ ചെയ്തത്. ഓക്കെ, വളരെ ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആട്ടോ. അപ്പൊ അതൊന്ന് മനസ്സിലാക്കാം. അപ്പോ ലിമിറ്റ് എന്ന പോർഷൻ അവസാനിച്ചു. ഓക്കെ, അത്രേ നിങ്ങൾക്ക് ലിമിറ്റ് എന്ന് ചോദിക്കുള്ളൂ. ഇനി അടുത്തൊരു പോർഷനാണ് ഡെറിവേറ്റീവ്. എന്താണ് ഡെറിവേറ്റീവ്? Wherever the limit exists is defined to be the derivative of x and is denoted by f dash x. ഡെറിവേറ്റീവിനെ ഡിനോട്ട് ചെയ്യുന്നത് f dash x ആണ്. ഓക്കെ, ഇതിനെ നമുക്ക് ഫസ്റ്റ് ഞാൻ ഒരു ഡെഫിനിഷൻ പറയാൻ പോകുന്നു. അതിനെയാണ് ഫസ്റ്റ് പ്രിൻസിപ്പിൾ ഓഫ് ഡെറിവേറ്റീവ് എന്ന് പറയുന്നത്. അതായത് എഫ് ഓഫ് എക്സ് എന്ന ഫംഗ്ഷൻ ഉണ്ട്. അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് നമുക്ക് വിചാരിക്കാം. അങ്ങനെയെങ്കിൽ എഫ് ഡാഷ് എക്സ് എന്ന് പറഞ്ഞാൽ, അതായത് ഡെറിവേറ്റീവ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ ലിമിറ്റ് h ടെൻഡ്സ് ടു 0 എഫ് ഓഫ് എക്സ് പ്ലസ് എച്ച് മൈനസ് എഫ് ഓഫ് എച്ച് ഡിവൈഡഡ് ബൈ എച്ച് പറയുന്ന പേരാണ് എഫ് ഡാഷ് എക്സ്. സോറി, ഇവിടെ എഫ് ഓഫ് എക്സ് എക്സ് ആണ്. അപ്പോ ലിമിറ്റ് h ടെൻഡ്സ് ടു 0 എഫ് ഓഫ് എക്സ് പ്ലസ് എച്ച് മൈനസ് എഫ് ഓഫ് എക്സ് ഡിവൈഡ് ബൈ എച്ച് പറയുന്ന പേരാണ് എഫ് ഡാഷ് എക്സ്. ഇവിടെ നിന്നുണ്ട് എഫ് ഡാഷ് എക്സ് ഈക്വൽ ടു ലിമിറ്റ് h ടെൻഡ്സ് ടു 0 എഫ് ഓഫ് എക്സ് പ്ലസ് എച്ച് മൈനസ് എഫ് ഓഫ് എക്സ് ഡിവൈഡ് ബൈ എച്ച്. സംഭവം ഇത് വെച്ചൊക്കെ നിങ്ങൾ കുറേ പ്രോബ്ലം ചെയ്യണം. പക്ഷെ അതൊന്നും നിങ്ങളുടെ സിലബസ് ഇപ്പോൾ പറഞ്ഞ എക്സാം സിലബസിൽ ഇല്ല. അപ്പോൾ അതുകൊണ്ട് ഇത് പഠിക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് മനസ്സിലാക്കാം. ഇതാണ് നിങ്ങളുടെ ഫസ്റ്റ് പ്രിൻസിപ്പിൾ ഓഫ് ഡെറിവേറ്റീവ്. എഫ് ഡാഷ് എക്സ് ഈക്വൽ ടു ലിമിറ്റ് എക്സ് ടെൻഡ്സ് ടു 0 എഫ് ഓഫ് എക്സ് പ്ലസ് എച്ച് മൈനസ് എഫ് ഓഫ് എക്സ് ഡിവൈഡ് ബൈ എച്ച്. അങ്ങനെയെങ്കിൽ ഇവിടെ എക്സ് എന്താണ്? വേരിയബിൾ ആണ്. അതിനൊരു കോൺസ്റ്റന്റ് ആക്കി എടുത്ത് എഫ് ഡാഷ് എ എന്തായിരിക്കും? എഫ് ഡാഷ് എ എന്തായിരിക്കും? ഇവിടെ എക്സിന്റെ സ്ഥാനത്തൊക്കെ ഞാൻ എ കൊടുത്തു. അതായത് ലിമിറ്റ് h ടെൻഡ്സ് ടു 0 f of a plus h minus f of a divided by h ആണ് എന്ത്? f dash. ഇതാണ് സംഭവം ഫസ്റ്റ് പ്രിൻസിപ്പിൾ ഓഫ് ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞാൽ. ഓക്കെ, ലിമിറ്റ് f dash x എന്ന് പറഞ്ഞാൽ എന്താ? ലിമിറ്റ്
h tends to 0 f of x plus h minus f of x divided by h ആണ്. ഓക്കെ, കൺസെപ്റ്റ് മനസ്സിലാക്കുക, വേറെ ഒന്നുമില്ല. നിങ്ങൾക്ക് വരേണ്ട പ്രോബ്ലം ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ എഫ് ഡാഷ് എ ആണിത്. ഓക്കെ, എഫ് ഡാഷ് എയുടെ പ്രത്യേകത എന്താണ്? ലിമിറ്റ് h tends to 0 f of a plus h minus f of a divided by h ആണ് എഫ് ഡാഷ് എ. ഓക്കെ, then ഇനിയുള്ളത് അതിന്റെ ഒരു ആൽജിബ്ര ആണ്. നമ്മൾ നേരത്തെ ലിമിറ്റിന്റെ ആൽജിബ്ര പറഞ്ഞു, അതുപോലെ ഇതിനും ആൽജിബ്ര ഉണ്ട്. അതായത് d by dx of f of x plus g of x എന്താണ്? d by dx of f of x plus d by dx of g of x ആണ്. ഓക്കെ, d by dx of f of x plus g of x എന്താണ്? d by dx of f of x plus d by dx of g of x ആണ്. എക്സാമ്പിൾ, d by dx of x square plus x cube എത്രയാണെന്ന് ചോദിച്ചാൽ എന്താണ്? d by dx of x square plus d by dx of x cube ആണെന്ന് പറയാൻ പറ്റും. ഓക്കെ, ഇത് എത്രയാണ് ഞാൻ അടുത്തൊരു സെക്ഷനിൽ പറയാം. അപ്പോൾ ജസ്റ്റ് മനസ്സിലാക്കുക, d by dx of x square plus x cube എന്ന് പറഞ്ഞാൽ d by dx of x square plus d by dx of x cube ആണ്. അതാണ് ഒന്നാമത്തെ നമ്മുടെ ആൽജിബ്ര. then d by dx of f of x minus g of x എന്താണ്? d by dx of f of x minus d by dx of g of x ആണ്. എന്ന് പറഞ്ഞാൽ d by dx of x minus x square എന്താണ്? d by dx of x minus d by dx of x square ആണ്. ഓക്കെ, then അടുത്തൊരു കേസാണ് വളരെ ഇമ്പോർട്ടന്റ് ആയ കേസ്. d by dx of f of x into g of x എന്ന് പറഞ്ഞാൽ d by dx of f of x into g of x plus f of x into d by dx of g of x. കൺഫ്യൂഷൻ ആയിട്ടോ? സംഭവം എന്താണ്? ശരി ശ്രദ്ധിക്കട്ടോ. d by dx of suppose d by dx of x sinus ആണെങ്കിൽ ഇതാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത് വിചാരിക്കുക. ഇത് ചെയ്യണത് ശരിക്കും ശ്രദ്ധിക്കുക. ഫസ്റ്റ് പുറത്തേക്ക് എടുക്കുക, x into d by dx of രണ്ടാമത്തെ ഫംഗ്ഷൻ sin x plus second function into d by dx of first function. എന്താ ചെയ്യേണ്ടത്? ഇങ്ങനെ മൾട്ടിപ്ലിക്കേഷൻ ആണെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് നേരത്തെ ലിമിറ്റിൽ ചെയ്ത പോലെ അങ്ങനെ ചെയ്യാൻ പറ്റില്ല. ഇതിന് ഒരു മെത്തേഡ് ഉണ്ട്, അതാണ് ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു d by dx of second പ്ലസ് സെക്കൻഡ് ഫംഗ്ഷൻ ഇൻറ്റു d by dx of ഫസ്റ്റ്. ഒരു എക്സാമ്പിൾ d by dx of x into cos x എന്താണ്? ഫസ്റ്റ് ഫംഗ്ഷൻ എന്താണ്? x into d by dx of cos x ആണോ? cos x. ഓക്കേ, d by dx of cos x plus സെക്കൻഡ് ഫംഗ്ഷൻ എന്താണ്? cos x into d by dx of ഫസ്റ്റ് ഫംഗ്ഷൻ x. ഇത്രയുള്ളൂ. ഫസ്റ്റ് ഫംഗ്ഷൻ into d by dx of സെക്കൻഡ് ഫംഗ്ഷൻ പ്ലസ് സെക്കൻഡ് ഫംഗ്ഷൻ into d by dx of ഫസ്റ്റ് ഫംഗ്ഷൻ. ഓക്കേ, നെക്സ്റ്റ് അടുത്തൊന്നാണ് d by dx of കോസിൻ റൂൾ ആണ്. f of x by g of x എന്ന് പറഞ്ഞാൽ ശരിക്കും ശ്രദ്ധിക്കട്ടോ. d by dx of f of x by g of x എന്ന് പറഞ്ഞാൽ താഴത്തെ ഫംഗ്ഷൻ ഉണ്ടല്ലോ, അത് g of x into d by dx of മുകളിലത്തെ ഫംഗ്ഷൻ അതാണ് f of x മൈനസ് മുകളിലത്തെ ഫംഗ്ഷൻ ഉണ്ടല്ലോ അത് into d by dx of താഴത്തെ ഫംഗ്ഷൻ g of x divided by താഴത്തെ ഫംഗ്ഷന്റെ സ്ക്വയർ. ഇതാണ് d by dx of f of x by g of x. എന്താണ് നമ്മൾ പറഞ്ഞുതരാം, ഒരു എക്സാമ്പിൾ ആയിട്ട് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, d by dx of sin x by x ആണെന്ന് വിചാരിക്കുന്നു. അപ്പൊ ചെയ്യേണ്ടത് താഴത്തെ ഫംഗ്ഷൻ x ഉം മുകളിലത്തെ ഫംഗ്ഷൻ sin x ഉം താഴത്തെ ഫംഗ്ഷൻ into d by dx of മുകളിലത്തെ ഫംഗ്ഷൻ sin x മൈനസ് മുകളിലത്തെ ഫംഗ്ഷൻ into d by dx of താഴത്തെ ഫംഗ്ഷൻ ഡിവൈഡഡ് ബൈ താഴത്തെ ഫംഗ്ഷന്റെ സ്ക്വയർ. ഇതാണ് d by dx of sin x by x. ഇത്രയാണ് നമുക്ക് ഈ ഒരു ആൾജിബ്ര ഓഫ് ഡെറിവേറ്റീവ് ഫംഗ്ഷൻ പഠിക്കാനുള്ളത്. ഇത് രണ്ടുമാണ് ഏറ്റവും ഇമ്പോർട്ടന്റ്. ഇതാണ് മാറാൻ ചാൻസ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ്. ഉറപ്പായിട്ടും ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് ഏരിയയാണ്. ഓക്കെ, ഇനി നമുക്കൊരു ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. Compute the derivative of 6x raised to 100 minus x raised to 55 plus x. ഇതിനു മുമ്പേ നിങ്ങൾക്ക് കാര്യം മനസ്സിലാക്കുന്നത് എന്താണ്
d by dx of x raised to n. Sorry. d by dx of x raised to n എന്താണെന്ന് നിങ്ങളോട് ആരെങ്കിലും ചോദിച്ചാൽ നിർബന്ധമായിട്ട് പറഞ്ഞിരിക്കേണ്ട കാര്യമാണ് n into x raised to n minus 1. നിർബന്ധമായിട്ടും ബോക്സ് ഇട്ട് പഠിക്കാം. d by dx of x raised to n എന്ന് പറഞ്ഞാൽ n into x raised to n minus 1 ആണ്. d by dx of x raised to n എന്ന് പറഞ്ഞാൽ n into x raised to n minus 1 ആണ്. ഉറക്കത്തിൽ നിന്ന് തന്നെ നീച്ച് പറയാൻ പഠിക്കണം. ഓക്കെ, എന്താണ് d by dx of x raised to n എന്ന് പറഞ്ഞാൽ n into x raised to n minus 1 ആണ്. ഒരു ക്വസ്റ്റ്യൻ, എന്താണ് d by dx of x raised to 4? ഇതിന്റെ n സ്ഥാനത്ത് 4 വന്നു. അപ്പോൾ എന്താണ് n into x raised to n minus 1? 4 into x raised to 4 minus 1, അതായത് 4x cube. ഓക്കെ, d by dx of x square എന്താണ് n into x raised to n minus 1, 2x. d by dx of x raised to 70 എന്താണ് n into x raised to n minus 1, 70 into x raised to 69. ഓക്കെ, അപ്പൊ അങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്. ഇനി അടുത്ത ഒരു കാര്യം ശ്രദ്ധിക്കട്ടോ, d by dx of 1 by x എന്താണ്? ഇത് നമുക്ക് എങ്ങനെ എഴുതാം? ഇതിങ്ങനെ എഴുതിക്കൂടെ? d by dx of x raised to minus 1 എന്ന് എഴുതിക്കൂടെ? 1 by x നെ x raised to minus 1 എന്ന് എഴുതിക്കൂടെ? എഴുതാം. അപ്പൊ അത് n into x raised to n minus 1, n minus 1 into x raised to n minus 1, minus 1 minus 1, അതായത് minus 1 x raised to minus 2, അതായത് minus 1 by x square ആണ് d by dx of 1 by x. അപ്പൊ ഇങ്ങനെയാണ് d by dx of x raised to n നമുക്ക് കണ്ടുപിടിക്കാം. ഓക്കെ, എന്താണ് n into x raised to n minus 1. അങ്ങനെയെങ്കിൽ നമുക്ക് ഈ ക്വസ്റ്റ്യൻ ചെയ്തു നോക്കാം. d by dx of 6x raised to 100 minus x raised to 55 plus x എന്താണ്? ഇതിനെ നമുക്ക് d by dx of നേരത്തെ ഫോർമുല ഉണ്ടല്ലോ f of x plus g of x, അതന്നെ. അതായത് d by dx of 6x raised to 100 എന്താണ്? d by d ഇതിനെ എങ്ങനെ എഴുതാം? d by dx of 6x raised to 100 minus d by dx of x raised to 55 plus d by dx of x എന്ന് എഴുതാം. എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവും? ഇല്ല അല്ലേ? എന്താ കാരണം? സ്പ്ലിറ്റ് ചെയ്താൽ എഴുതാൻ പറ്റും, അത് അതിന്റെ പ്രോപ്പർട്ടിയാണ്. d by dx of 6x raised to 100 എന്താണ്? 6 നമുക്ക് പുറത്തേക്ക് എടുക്കാം അല്ലേ? into d by dx of x raised to 100, n into n minus 1, 100 into x raised to 9 minus d by dx of x raised to 55, n into x raised to n minus 1 plus d by dx of x എന്താണ്? x raised to 1 ആണ് x ലെ, n into x raised to 1 minus 1 എന്താണ്? ഇത് 0, x raised to 0, ഇത് 1 ആവും. ഇതിന്റെ ആൻസർ എന്താണ്? 600 x raised to 99 minus 55 x raised to 54 plus 1. ഇതാണ് ഇതിന്റെ ആൻസർ. ഇങ്ങനെയാണ് നമ്മൾ ആൻസർ കണ്ടുപിടിക്കുക. ഓക്കെ, ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ നമ്മൾ കോഷ്യൻ റൂൾ ഉണ്ടല്ലോ, ആ കോഷ്യൻ റൂൾ ഉപയോഗിച്ച് ചെയ്യേണ്ടതാണ്. അതായത് എന്താണ് d by dx of x plus 1 divided by x? ഇതിന് നമുക്ക് രണ്ട് രീതിയിൽ ചെയ്യാൻ പറ്റും. അത് രണ്ട് രീതിയും ഞാൻ ഡിസ്കസ് ചെയ്യാം. ആദ്യത്തെ രീതി നമുക്ക് കോഷ്യൻ റൂളിൽ ചെയ്യാം. അതെങ്ങനെയാണ്? താഴത്തെ ഫംഗ്ഷൻ ഇത്, മുകളിലത്തെ ഫംഗ്ഷൻ ഇത്. അപ്പോൾ താഴത്തെ ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് d by dx ഓഫ് മുകളിലത്തെ ഫംഗ്ഷൻ മൈനസ് മുകളിലത്തെ ഫംഗ്ഷൻ x plus 1 ഇൻറ്റു d by dx ഓഫ് താഴത്തെ ഫംഗ്ഷൻ എന്താണ്? x ഡിവൈഡഡ് ബൈ താഴത്തെ ഫംഗ്ഷന്റെ സ്ക്വയർ. ഒരു പ്രോപ്പർട്ടി കൂടി നിങ്ങൾ അറിഞ്ഞിരിക്കുന്ന കാര്യം, d by dx ഓഫ് കോൺസ്റ്റന്റ് ഏതെങ്കിലും k വാല്യൂ, കോൺസ്റ്റന്റ് വാല്യൂ 0 ആണ്. d by dx ഓഫ് കോൺസ്റ്റന്റ് വാല്യൂ 0 ആണെന്ന് കൂടി നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഓക്കെ, അപ്പൊ നോക്കാം. x into d by dx of x plus 1 എന്താണ്? d by dx of x നേരത്തെ ഞാൻ പറഞ്ഞു ഒന്നാണ് അല്ലേ? കാരണം എന്താണ്?
x raised to 1 എന്ന് പറഞ്ഞാൽ x raised to n ന്റെ ഡിവൈഡ് dx ആണ്. ഡിവൈഡ് dx of x raised to 1 എന്ന് പറഞ്ഞാൽ എന്താണ്? 1 into x raised to 1 minus 1 ആണ്. അപ്പോൾ 1 into x raised to 0 ആണ്. അത് 1 ആണ്. അപ്പോൾ നമുക്ക് 1 plus ഇതാ x plus 1 1 plus d by dx of 1 എന്താണ്? 0 ആണ്. ഓക്കേ, അപ്പോൾ d by dx of x plus 1 എന്ന് പറഞ്ഞാൽ 1 plus 0 ആണ്. അതായത് 1 ആണ്. minus x plus 1 into d by dx of x ഞാൻ ഓൾറെഡി പറഞ്ഞ കാര്യം അത് 1 ആണ്. divided by x square. അപ്പോൾ എന്തായി? x minus 1 divided by x square. അതായത് minus 1 by x square എന്ന് കിട്ടി അല്ലേ? x minus x അത് ക്യാൻസൽ ആയി 0 ആയി. അതുപോലെ 1 2 സോറി 1 2 ഇത് മൈനസ് ആണത് minus 1 by x square. സിമ്പിൾ അല്ലേ? ജസ്റ്റ് ആ ക്വോഷ്യൻ റൂൾ അപ്ലൈ ചെയ്യാം. ഇനി വേറൊരു രീതിയിൽ നമുക്ക് ചെയ്യാം. അതെങ്ങനെയാണ്? നമുക്ക് കിട്ടിയ ആൻസർ ഉള്ളത് minus 1 by x square ആണ്. അതെന്നെ കിട്ടുമെന്ന് നോക്കാം. x plus 1 by x ന്റെ ഡെറിവേറ്റീവ് ആണ് നമ്മൾ കാണുന്നത് അല്ലേ? ഇത് നമുക്ക് സ്പ്ലിറ്റ് ചെയ്തൂടെ? x plus 1 by x നെ നമുക്ക് സ്പ്ലിറ്റ് ചെയ്തിട്ട് x by x plus 1 by x എഴുതി കൂടെ. അപ്പോൾ x by x എന്താണ്? 1 ആണ്. 1 plus 1 by x ആണ് ഇത് അല്ലേ? ഇനി എന്താണ്? d by dx of 1 plus 1 by x എന്താണ്? d by dx of 1 plus d by dx of 1 by x ആണ്. d by dx of കോൺസ്റ്റന്റ് എന്താണ്? 0 ആണ്. അപ്പോൾ d by dx of 1 by x നമുക്ക് x raised to minus 1 എഴുതാം. x raised to minus 1 ആകുമ്പോൾ n into x raised to n minus 1 minus 1 into x raised to minus 1 minus 1 അതായത് minus 1 by square. ഇതിന്റെ ഈ ആൻസർ. അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒരു മെത്തേഡ് ഉപയോഗിച്ച് നമുക്ക് ആൻസർ കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഞാൻ ഒരു ക്വസ്റ്റ്യൻ കൂടി ചെയ്യാം. അത് നിങ്ങൾക്ക് മൾട്ടിപ്ലിക്കേഷൻ റൂൾ മനസ്സിലാക്കാൻ വേണ്ടി ഒരു ക്വസ്റ്റ്യൻ ചെയ്യാം. എന്താണ് x square plus 1 by x ന്റെ x square plus x d by dx എന്ന് ചെയ്യും. ശരിക്ക് നോർമൽ ആയിട്ട് ചെയ്യുമ്പോൾ ഇങ്ങനെ ചെയ്യാം. ഇതിങ്ങനെ ചെയ്യാം. ഞാൻ പറയുന്ന രീതിയിലൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. നോർമൽ ആയിട്ട് ആകുമ്പോൾ ഇതിനെ d by dx of x cube ആക്കി ചെയ്യാം അല്ലേ? d by dx of x cube എന്താണ്? n into 3 into x raised to n minus 1 3 into x square ആൻസർ ആയി. പക്ഷെ ഇത് ഞാൻ ഒരു മൾട്ടിപ്ലിക്കേഷൻ റൂൾ നിങ്ങൾക്ക് ഒന്ന് മനസ്സിലാക്കി തരാൻ വേണ്ടിയാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത് f of x into g of x. അപ്പം f of x into ഫസ്റ്റ് ഫംഗ്ഷൻ into d by dx of സെക്കൻഡ് ഫംഗ്ഷൻ പ്ലസ് സെക്കൻഡ് ഫംഗ്ഷൻ into d by dx of ഫസ്റ്റ് ഫംഗ്ഷൻ എന്തായി? x square plus d by dx of x എന്താണ്? 1 ആണ്. plus x into d by dx of x square എന്താണ്? x n into x raised to n minus 1 അതായത് 2x ആയി. അപ്പോൾ x square plus എന്തായി? 2x plus x 2x ഇവിടെ x raised to 2 minus 1 x ആയി. അപ്പോൾ 2x square ആയി. x square plus 2x square എന്താണ്? 3x square ആയി. ഈ ആൻസർ ഇങ്ങനൊന്നും കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ആ മൾട്ടിപ്ലിക്കേഷൻ റൂൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ വേണ്ടി മാത്രം കാണിച്ചതാണ്. ഓക്കെ, അപ്പൊ അത്രേ ഉള്ളൂ നമുക്ക് പ്ലസ് 1 ലിമിറ്റ്സ് ആൻഡ് ഡെറിവേറ്റീവ്സിനെ കുറിച്ച് പഠിക്കാനുള്ളത്. ഓക്കെ, ലിമിറ്റ്സ് ആൻഡ് ഡെറിവേറ്റീവ്സിനെ കുറിച്ച് സംഭവം ഈ ചാപ്റ്റർ കുറച്ച് അധികം ഉണ്ട്. പക്ഷെ നമുക്ക് എന്താണ് ഇത്രേ ഉള്ളൂ. സുഖമാണ്. നമുക്ക് ഇത്ര പഠിച്ചാൽ മതി, ഫുൾ മാർക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ ആ ഒരു കൺസെപ്റ്റ് മനസ്സിലാക്കിയിട്ട് കൺസെപ്റ്റ് ക്ലിയർ ചെയ്തിട്ട് പഠിക്കാൻ നോക്കാം. താങ്ക് യു.